പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പലപ്പോഴും സാധാരണക്കാർക്ക് ഒരു കടങ്കഥ പോലെ. നിർമ്മാണം തുടങ്ങിയതിന് ശേഷം സ്റ്റേ കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്ന് ഞങ്ങളെ പിന്തുടരുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം കേരള കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം കെട്ടിടങ്ങളെ 12 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആ ഗ്രൂപ്പുകളെ പറ്റി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതും. ഒന്നാമത്തെ ഗ്രൂപ്പ് A1, അതായത് താമസിക്കാനുള്ള കെട്ടിടം, റെസിഡൻഷ്യൽ ബിൽഡിംഗ്. രണ്ടാമത്തെ ഗ്രൂപ്പ് A2, അതായത് പ്രത്യേക താമസിക്കാനുള്ള കെട്ടിടവും ലോഡ്ജുകൾ. അടുത്തത് മൂന്നാമത്തത് ഗ്രൂപ്പ് B, വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. നാലാമത്തെ ഗ്രൂപ്പ് C, ചികിത്സ ആശുപത്രി കെട്ടിടങ്ങൾ, അതായത് മെഡിക്കൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. അഞ്ചാമത്തത് ഗ്രൂപ്പ് D, സമ്മേളന കെട്ടിടങ്ങൾ, അതായത് അസംബ്ലി ബിൽഡിംഗ്. ആറാമത്തത് ഗ്രൂപ്പ് E, ഓഫീസ് കെട്ടിടങ്ങൾ. ഇനി ഏഴാമത്തത് ഗ്രൂപ്പ് F, വാണിജ്യ കച്ചവട കെട്ടിടങ്ങൾ, അതായത് കമേഴ്സ്യൽ ബിൽഡിംഗ്സ്. ഇനി എട്ടാമത്തത് ഗ്രൂപ്പ് G1, വ്യവസായ കെട്ടിടങ്ങൾ, അതായത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇനി ഒമ്പതാമത്തത് ഗ്രൂപ്പ് G2, അതും വ്യവസായ കെട്ടിടങ്ങൾ, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് തന്നെയാണ്. പത്താമത്തത് ഗ്രൂപ്പ് H, സംഭരണ കെട്ടിടങ്ങൾ, അതായത് സ്റ്റോറേജ് ബിൽഡിംഗ്. 11ാമത്തത് ഗ്രൂപ്പ് I, അപായ സാധ്യതയുള്ള കെട്ടിടങ്ങൾ. അടുത്തത് 12ാമത്തത് ഗ്രൂപ്പ് J, മൾട്ടിപ്ലക്സ് കോംപ്ലക്സുകൾ. ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. വിശദമായിട്ട് ഓരോ ഗ്രൂപ്പിനെയും പറ്റി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്.